ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 10-ാം വാരത്തിലെ വ്യാഴാഴ്ചയായ ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമാകുക. നമ്മുടെ കൂടെയുള്ളവരോട് ശ്രേഷ്ഠമായി പെരുമാറണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും അതിയായി ആദരിക്കുകയും ചെയ്യുന്നു. തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മെനയപ്പെട്ടിരിക്കുന്ന തൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും ദൈവം പരിപാലിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് പോലെ അപരനെയും അവിടുന്ന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യം പേറുന്ന, ദൈവ സാന്നിധ്യം കുടികൊള്ളുന്ന എൻ്റെ സഹോദരനെയും ദൈവം എന്നെപ്പോലെ വിലമതിക്കുന്നതിനാൽ അവനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാനും കടപ്പെട്ടിരിക്കുന്നു. അപരന് നമ്മിൽ നിന്നേൽക്കുന്ന നിന്ദാവാക്കുകൾ ദൈവത്തിനും അവിടുത്തെ സ്നേഹത്തിനുമെതിരായി നാം ചെയ്യുന്ന കൂരമ്പുകളാണ്. അപരനെതിരെ ഉയർത്തുന്ന ഒരു ചെറിയ നിന്ദാവാക്ക് പോലും ദൈവം ഗൗരവത്തോടെ എടുക്കുമ്പോൾ അപരനെ അപായപ്പെടുത്തുന്നതോ കൊലപ്പെടുത്തുന്നതോ ദൈവമക്കൾക്ക് ചിന്തിക്കാൻ പോലും അർഹതയില്ലാത്ത തിന്മയാണ്. നമ്മുടെ നാവിന് കടിഞ്ഞാണിടുന്നത് നമ്മുടെ സമൂഹ ജീവിതത്തിലുണ്ടായേക്കാവുന്ന അസ്വസ്ഥതകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ്. അപരൻ്റെ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന പദപ്രയോഗങ്ങളും പൊങ്ങച്ചങ്ങളും ദൈവം വെറുക്കുന്നുവെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമെന്ന് തോന്നിയേക്കാവുന്ന പല അവഹേളന വാക്കുകളും കാലാന്തരത്തിൽ കൊലപാതകങ്ങളിൽ ഒടുങ്ങിയ സംഭവങ്ങൾ നമുക്ക് അപരിചിതമല്ലല്ലോ. വാക്കുകൾ കൊണ്ടുള്ള വ്യക്തിഹത്യകൾ നാം തീർത്തും ഒഴിവാക്കിയേ തീരൂ. അപരൻ്റെ ദൈവപുത്ര സ്ഥാനമാകുന്ന അന്തസ്സിന് യോജിക്കാത്ത നർമ്മത്തിൻ്റെ പരിവേഷമുള്ള അവഹേളന വാക്കുകൾ പോലും നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകളും ചെയ്തികളും മൂലം നമ്മിൽ നിന്ന് കാതങ്ങൾ അകന്നുപോയ നമ്മുടെ സഹോദരങ്ങളുമായി നമുക്ക് രമ്യതപ്പെടാം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന മനുഷ്യരാശിയെ പിതാവുമായി രമ്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ബലിപീഠത്തിന് മുന്നിൽ അണയുന്നതിന് മുന്നേ അപരൻ്റെ മുറിവുകൾ നമുക്കുണക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മൃതമായ നമ്മോടുള്ള തണുത്തുറഞ്ഞുപോയ അവൻ്റെ സ്നേഹം നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയ സ്നേഹം നമ്മെ എല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ.